മൃതദേഹാവശിഷ്ടങ്ങൾക്കായുള്ള ധർമ്മസ്ഥലയിലെ ആദ്യ ദിവസത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു. ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാണിച്ച ആദ്യ പോയിന്റിൽ നിന്ന് ഒന്നും ലഭിച്ചില്ല. നാളെ രാവിലെ മുതൽ മറ്റു പോയിന്റുകളിൽ തിരച്ചിൽ തുടങ്ങും. സാരംഗ് സുരേഷ് നൽകും വിവരങ്ങൾ. സാരംഗ്, പോലീസ് നായയെ അടക്കം എത്തിച്ച് വിപുലമായ പരിശോധനയായിരുന്നു ആദ്യ പോയിന്റ് കേന്ദ്രീകരിച്ച് ഇന്ന് നടന്നത്. നാളെ ഇനി എപ്പോഴായിരിക്കും തിരച്ചിൽ ആരംഭിക്കുക? ഏതൊക്കെ പോയിന്റുകൾ പരിശോധിക്കും? ആര്യ, കൃത്യമായ ആസൂത്രണത്തോടു കൂടി ആ ഒരു നല്ല രീതിയിലുള്ള വിലയിരുത്തലോട് കൂടി തന്നെയുള്ള ഒരു തെരച്ചിലാണ് ഇന്ന് നടന്നിട്ടുള്ളത്. പ്രധാനമായും ഇന്ന് പോയിന്റ് 1 കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലായിരുന്നു നടത്തിയിരുന്നത്. ആദ്യഘട്ടത്തിൽ തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ട് 3 അടിയോളം താഴ്ചയിൽ പരിശോധന നടത്തുകയുണ്ടായി. ആ സമയത്ത് ഇത്തരത്തിൽ നേത്രാവതി പുഴയുടെ അരികിലുള്ള ഒരു പ്രദേശമായതിനാൽ തന്നെ വരുന്നൊരവസ്ഥയുണ്ടായിരുന്നു. വെള്ളക്കെട്ട് രൂപപ്പെടുന്ന വ്യവസ്ഥയുണ്ടായിരുന്നു. അതേ തുടർന്ന് പിന്നീട് മണ്ണുമാന്തി യന്ത്രം എത്തിച്ചായിരുന്നു പരിശോധന നടത്തിയത്. ഏകദേശം 8 അടിയോളം താഴ്ചയിൽ പരിശോധിച്ചിട്ടും കാര്യമായൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് തന്നെയാണ് വാസ്തവം. പിന്നീട് പോലീസ് നായയുടെ സഹായത്തോടു കൂടിയും പ്രദേശത്ത് തിരച്ചിൽ നടത്തിയെങ്കിലും യാതൊന്നും ഇത്തരത്തിൽ മൊഴിക്ക് അനുകൂലമാവുന്ന തരത്തിലുള്ള യാതൊരു തെളിവുകളും അവിടെ നിന്ന് ലഭിച്ചില്ല എന്ന് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ തന്നെ IG അടക്കമുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ തന്നെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് കൊണ്ടാണ് ഈ അന്വേഷണത്തെ വിലയിരുത്തിയത്. ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ പോയിന്റുകൾ 2, 3, 4 പോയിന്റുകളൊക്കെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തിരച്ചിലുണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെ 11:50 കൂടിയാണ് ഈ ഒരു തിരച്ചിൽ ആരംഭിച്ചത്. നാളെ അല്പം കൂടി നേരത്തെ 10 മണിയോടുകൂടി തന്നെ തിരച്ചിൽ ആരംഭിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള കാലാവസ്ഥ പ്രതികൂലമാവുന്ന സാഹചര്യമായാൽ മാത്രമേ തിരച്ചിലിന് ഒന്ന് അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ സമയത്തിൽ ചെറിയ പോയിന്റുകൾ കേന്ദ്രീകരിച്ച് കൂടി പരിശോധന നടത്തും. ഇന്ന് നടത്തിയ പരിശോധനയിൽ 1ാമത്തെ പോയിന്റിൽ നിന്ന് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. സാരംഗ് സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.